ഞാൻ കഴിച്ചു. എന്തായിരുന്നു സ്പെഷ്യല്? ഇന്ന് ഉരുളക്കിഴങ്ങായിരുന്നു. എന്നിട്ട് നീ എനിക്ക് കുറച്ച് തന്നില്ലല്ലോ. അതാകെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ മുള വന്ന കാരണം ഞാൻ കളഞ്ഞു. ആ മുള കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എടുക്കായിരുന്നില്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഉരുളക്കിഴങ്ങില് ഗ്ലൂക്കോ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ മുള വന്നു കഴിയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോ ആൽക്കലോയിഡ്സ് വീണ്ടും കൂടി എന്നുള്ളതാണ്. അപ്പൊ ഇത് ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ചിലവരിൽ തലവേദന, ഛർദി, ചിലവരിൽ BP കൂടാം, വളരെ സീരിയസ് കണ്ടീഷൻസിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് മുള വന്ന ഉരുളക്കിഴങ്ങ് ഒരിക്കലും കഴിക്കാൻ പാടില്ല. നമ്മൾ ഈ 1 കിലോ ഉരുളക്കിഴങ്ങൊക്കെ മേടിക്കാൻ നേരത്തെ അതിൽ മുള വരില്ലേ? അപ്പൊ ഇത് മുളയ്ക്കാണ്ടിരിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? ഒന്നാമതായിട്ട് അധികം വെളിച്ചം ഇല്ലാത്ത ഇരുണ്ട സ്ഥലത്ത് വേണം ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കാനായിട്ട്. രണ്ടാമത് സബോളയുടെ കൂടെ ഒരിക്കലും ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കാൻ പാടില്ല. എല്ലാവരും ചെയ്യുന്നൊരു തെറ്റതാ. കാരണം സബോളയിലെ ഒരു രാസഗുണം പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് മുളയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ട്. മൂന്നാമത് വേവിക്കാത്ത ഉരുളക്കിഴങ്ങ് ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പാടില്ല. കാരണം തണുത്ത ടെമ്പറേച്ചറിൽ പെട്ടെന്ന് സ്റ്റാർച്ച് ഷുഗർ ആയിട്ട് മാറും. അപ്പൊ അത് ഉപയോഗിക്കാണ്ടിരുന്നത് നന്നായില്ലേ? അതെ, ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും.